നമ്മുടെ സെക്ഷുവാലിറ്റി ഒക്കെ നമ്മൾ ജനിക്കുമ്പോൾ തൊട്ട് ഉണ്ടാവുന്ന ഒരു സംഗതിയാണ്. അതൊരു പർട്ടിക്കുലർ ടൈമിൽ എത്തുമ്പോൾ നമ്മൾ റിയലൈസ് ചെയ്യുന്ന ഒരു സാധനമാണ്. അല്ലാതെ ഇവർ പൊട്ടത്തരം പറയുന്ന പോലെ ആരെയും നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ഈ ഹെട്രോസെക്ഷൽസിനെ എല്ലാവരെയും എനിക്കിന് പുറകെ ഇൻഫ്ലുവൻസ് ചെയ്ത ഒരു ഹോമോസെക്ഷൽസ് ആകാം. ദാറ്റ്സ് നോട്ട് പോസിബിൾ. അപ്പൊ ആ ഒരു തെറ്റിദ്ധാരണ ലക്ഷ്മി മസ്താനി മനസ്സിലാക്കുമെന്ന് പ്രതീക്ഷിക്കും. ഹോമോസെക്ഷൽ ആയിട്ടുള്ള ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ എൻ്റെ കുട്ടികൾ വഴിതെറ്റിപ്പോവും, അതുകൊണ്ട് ഞാൻ ഇതിനെതിരെയാന്ന് പറയുന്ന കുറേ ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ആക്ച്വലി ഹോമോസെക്ഷൽ ആയിട്ടുള്ള ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ അവരെ കാണുന്നത് കൊണ്ട് ഒരു കുട്ടിക്കും അവനവൻ്റെ സെക്ഷൽ ഓറിയന്റേഷൻ ഡിസൈഡ് ചെയ്യാൻ പറ്റില്ല. കാരണം സെക്ഷൽ ഓറിയന്റേഷൻ എന്ന് പറയുന്നത് നമ്മൾ രാവിലെ ഇടുന്ന് പുട്ട് കഴിക്കണോ ഇടിയപ്പം കഴിക്കണോ അല്ലെങ്കിൽ മറ്റൊരാൾ നമ്മുടെ ഒരു ഫ്രണ്ട് അത് കഴിക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മളും അത് കണ്ടിട്ട് കഴിക്കണം, അല്ലെങ്കിൽ ഇന്ന ഡ്രസ്സ് ഇന്ന ഫാഷൻ ഇന്ന ഫുഡ് അതുപോലെ നമുക്ക് ഇൻട്രസ്റ്റ് തോന്നുന്ന ഒരു കാര്യമല്ല. സെക്ഷൽ ഓറിയന്റേഷൻ എന്ന് പറയുന്നത് ഇൻബിൽറ്റ് ആണ്, ഇറ്റ് ഈസ് ബയോളജിക്കൽ. ഓൾസോ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനും അതുപോലെയുള്ള അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷനും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. എന്താണ് പറഞ്ഞിട്ടുള്ളത്? സെക്ഷൽ ഓറിയന്റേഷൻ ഉള്ളത് ഒരു റോൾ മോഡൽ കണ്ട് പഠിക്കണ ഒരു കാര്യമല്ല. കുട്ടികൾ രണ്ടുപേര് സ്നേഹിക്കുന്നതിൽ കണ്ട് പഠിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്നേഹം എന്ന് പറയുന്നത് കാസ്റ്റ്, ക്രീഡ്, കളർ, സെക്സ്, ജെൻഡർ തുടങ്ങിയവയുടെ ഉള്ളിൽ എന്താ പറയുക ലിമിറ്റഡ് ആവുന്ന ഒരു കാര്യമല്ല. നെവിൻ പറഞ്ഞ പോലെ ആതിര നൂര ഒരു ലെസ്ബിയൻ കപ്പിൾ എന്ന് പറയേണ്ട ആവശ്യമില്ല. ദേ ആർ എ കപ്പിൾ, അത്രയും മാത്രം നമ്മൾ മനസ്സിലാക്കിയാൽ മതി. ഡോക്ടർ ഗായത്രി മേനൻ, ഡോക്ടർ ഗായത്രീസ് വെൽനസ് സ്പേസ്.